ഞാൻ ആ പെട്ടിക്കടയിൽ നിന്ന് ഇത്രയും മിഠായികളൊക്കെ പെറുക്കി കൂട്ടുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ എൻ്റെ പഴയ ഓർമ്മകളെ പെറുക്കി കൂട്ടുന്ന പോലെയായിരുന്നു. ഒത്തിരി ഒത്തിരി സന്തോഷം തന്നിട്ടുള്ള എൻ്റെ കുട്ടിക്കാലം കളർഫുള്ളാക്കിയിട്ടുള്ള മിഠായികളാണ് ഇതിനകത്ത് നിറയെ. എനിക്ക് അറിഞ്ഞുകൂടി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു സങ്കടം വന്നു. പക്ഷെ ഭയങ്കര മെമ്മറീസ് റീകളക്ട് ചെയ്യാനുള്ള ഒരു ഫീലിംഗും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു മിക്സ്ഡ് ഇമോഷൻസ് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. ഈ മിഠായികളുടെ കളറും ഇതിന്റെ പാക്കേജിങ്ങും ഒക്കെ പണ്ടത്തെ പോലെ തന്നെയാണ്. ഇത് തുറന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലും ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റും കൂടെ ആയി കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ആ ഒരു മിഠായിയുടെ മെമ്മറി നമുക്ക് കിട്ടുള്ളൂ. ആദ്യം കാണിച്ച പുളിമിഠായിൽ എനിക്ക് അത്ര വലിയ മെമ്മറീസ് ഇല്ലെങ്കിലും ഇപ്പം കാണിക്കുന്ന മാംഗോ ബൈറ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിഠായി ആയിരുന്നു. എന്നൊക്കെ എൻ്റെ ബർത്ത്ഡേയ്സ് വന്നിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് ക്ലാസ്സിൽ മാംഗോ ബൈറ്റ് കൊണ്ടുപോകാനായിരുന്നു ഇഷ്ടം. ഇത്രയും മിഠായികളിൽ ഞാൻ ആകെ ഫുള്ളായിട്ട് കഴിച്ചത് ആ മാംഗോ ബൈറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടോ. ഒരെണ്ണം പോലും ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു. മൊത്തം ഷുഗർ തന്നെയാണല്ലോ. പിന്നെ ആ പച്ച കളർ മാംഗോ ബൈറ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഫെമിലിയർ അല്ല, എന്നാൽ ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ ഈ കട്ടിമിഠായി, നിങ്ങളുടെ ഇവിടെ കട്ടിമിഠായി എന്നാണോ ഇതിനെ പറയണതെന്ന് അറിയില്ല. മൊത്തത്തിൽ എനിക്ക് തവിടിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ തോന്നും. അപ്പോൾ ഞാൻ തവിട് തിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും, എന്നാലും ആ ഒരു മണമൊക്കെ അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ കട്ടിമിഠായി പണ്ടത്തെ പോലെ തന്നെ ഉണ്ടോയെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ്. പണ്ടത്തെ പോലെ തന്നെയാണ് സ്മെല്ലും ടേസ്റ്റും ഒക്കെ. തൊട്ടു മുന്നേ കാണിച്ച മിഠായി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മെമ്മറീസ് ഇല്ല കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഓറഞ്ച്, ഇതിനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഗർഭിണി മിഠായി എന്നായിരുന്നു. പണ്ട് ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതിന് 25 പൈസ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ മിഠായിക്ക് ഒരു പ്രത്യേക സ്മെല്ലായിരുന്നു. ഇതിന് പക്ഷേ സ്മെല്ലില്ലെങ്കിലും ടേസ്റ്റ് എക്സാക്ട് സെയിം ആയിരുന്നു കേട്ടോ. ഗർഭിണി മിഠായിയും പ്യാരി മിഠായിയാണ് എൻ്റെ കുട്ടിക്കാലത്തെ എൻ്റെ ഫേവറേറ്റ്. ഞാൻ എപ്പോഴും എനിക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരുന്ന മിഠായികൾ. പിന്നെ ഇത് പുളിമിഠായി. ഇതിപ്പോൾ ഈ റീസെൻ്റ്ലി ഇറങ്ങിയതാണ്. ഇങ്ങനൊരു പാക്കേജിങ്ങിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വലുതായതിനു ശേഷം ഒരുപാട് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പാം ട്രീയിൽ ഇതിൻ്റെ നല്ല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. അത് കിഡിലും ടേസ്റ്റാണ് കേട്ടോ. ഈ മിഠായികളൊക്കെ കൂടി കഴിച്ച് എനിക്ക് ഷുഗർ വരുമെന്നൊന്നും ആരും കമൻറ്റ് ഇടല്ലേ. ഞാൻ ഒരൊറ്റ ബൈറ്റാണ് എടുക്കുന്നുള്ളൂ. പിന്നെ ഈ മിഠായികളൊക്കെ എന്തായാലും വല്ല പിള്ളേർക്കോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ നേരത്തെ കഴിച്ച മിഠായും പുളി തന്നെയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ചൗ മിഠായി. ഈ ചൗ മിഠായും കട്ടിമിഠായൊക്കെ ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഒരെണ്ണം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നത് വരെ ഉണ്ടാവും കേട്ടോ. അത്രയും കട്ടിയാണ്. അതിങ്ങനെ നമ്മളിങ്ങനെ നുണഞ്ഞ് നടക്കാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു. ഇതിൻ്റെ സ്മെല്ലിനും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല, പണ്ടത്തെ പോലെ തന്നെ. ഇത്ര എണ്ണത്തിൽ ഈ 4 എണ്ണാട്ടോ എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ.